വീട്ടിലെങ്ങനെ പെട്ടെന്ന് നമുക്കൊരു ചിക്കൻ ഗ്രില്ല് ചെയ്യാമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ അതിനുശേഷം നമ്മൾ ഒരു ഗരം മസാല കുറച്ച് ഇടുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, അതിനുശേഷം തൈരും ചേർക്കുന്നുണ്ട്. നമ്മുടെ ഇറച്ചിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത് വാങ്ങിയതാണ്, പാക്കറ്റ് കിട്ടും, 5 രൂപയേ ഉള്ളൂ. അപ്പോൾ അതും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യണം. അതിനു മുമ്പ് ചെറിയ ഒരു നാരങ്ങേൻ്റെ പീസും കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷമാണ് നമ്മളിത് ചിക്കനിലേക്ക് ചേർക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇത്തിരി ഓയിലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ, കാരണം ചിക്കനിൽ നമ്മൾ ഓയിലോ ഒന്നും തൊടുന്നില്ലല്ലോ, അപ്പോൾ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കുഴച്ചതിന് ശേഷം നമ്മൾ ചിക്കനിലേക്ക് നല്ലതുപോലെ അപ്ലൈ ചെയ്യുക. ചിക്കനിൽ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളെല്ലാ പോയിൻറ്റിലും, നമ്മുടെ ചിക്കൻ്റെ ഉള്ളിലും എല്ലാ ഭാഗത്തും നമ്മൾ ചെയ്യണം. ഗ്രില്ല് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആ ഫ്ലേവർ എല്ലാ ഭാഗത്തും കിട്ടണമെങ്കിൽ നല്ലതുപോലെ മാരിനേറ്റ് ചെയ്യണം. പിന്നെ അതിന് ശേഷം ഈ മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മിനിമം ഒരു 2-3 മണിക്കൂർ നമ്മൾ നോർമൽ ടെമ്പറേച്ചറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ വെക്കണം. ഒരു 24 ഹവേഴ്സൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചിക്കൻ്റെ ടേസ്റ്റ് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിത് 2-3 പ്രാവശ്യം, കുറേ പ്രാവശ്യം ഉണ്ടാക്കുന്നതാണ്, ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ഇത്തവണ ഞാനൊരു 24 ഹവേഴ്സ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഇത് ഗ്രില്ല് ചെയ്യാൻ ഉപയോഗിച്ചത്. അപ്പം അതിൻ്റെ ഫ്ലേവർ ഒന്നും കൂടി നല്ലതുപോലെ നമുക്ക് ചിക്കനിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ OTGയിലുള്ള ലോക്കാണ് അതായത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പിയാണ്. അപ്പോൾ നമ്മളത് കമ്പിയിൽ കോർത്തിട്ട് 2 സൈഡും അതിൻ്റെ ടൈറ്റ് ചെയ്യാനുള്ള 2 ഹുക്കുകളുണ്ട്. ആ 2 ഹുക്കുകളും ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ OTGയിലേക്ക് കണക്ട് ചെയ്യുകയാണ് പതിവ്. പിന്നെ നമ്മൾ ഈ ചിക്കൻ്റെ കാലും കൈയും ഒക്കെ തൂങ്ങി കിടക്കും. അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, നമ്മുടെ OTGയിൽ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ അതായത് ഹീറ്റിംഗ് കോയിലിനൊക്കെ തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ പുറത്തേക്ക് ചാടി നിൽക്കുന്ന ചിക്കൻ്റെ കാലും കൈയൊക്കെ നമുക്കൊന്ന് കെട്ടി വെക്കണം. അപ്പം ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന സാധാരണ നൂലാണ്. നമ്മൾ സ്റ്റിച്ചിങ് നൂല് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. കമ്പിയൊക്കെ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്, അപ്പം ഞാൻ അതിനൊന്നും മുതിരാറില്ല. നോർമലായിട്ടുള്ള നമ്മളെ നൂല്, സ്റ്റിച്ചിങ് നൂല് ഉപയോഗിച്ചിട്ട് കാല് രണ്ടും ഒന്ന് കെട്ടി വെക്കും. അതിനുശേഷം കൈയും ഒന്ന് കെട്ടി വെക്കും. അപ്പം നമുക്കിങ്ങനെ ഗ്രില്ല് ചെയ്യുമ്പോൾ, വീട്ടിൽ ഗ്രില്ല് ചെയ്യുമ്പോൾ ഒരു മീഡിയം റേഞ്ച് കോഴി വാങ്ങുന്നതാണ് നല്ലത്. കാരണം 1 കിലോ, മാക്സിമം 1 കിലോ, ഒരു 1.5 കിലോ ആ ഒരു റേഞ്ചിൻ്റെ ഇടയിൽ ഉപയോഗിക്കുന്നതാണ്. കാരണം കൂടുതൽ വെയിറ്റ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ OTGക്ക് ചില ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ 1 കിലോ റേഞ്ചിലുള്ള ചിക്കൻ കഴിയുന്നതും ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാരിനേറ്റ് ചെയ്യാൻ കൂടുതൽ സമയം മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ടേസ്റ്റും കിട്ടും. അപ്പോൾ നമ്മുടെ ഏകദേശം കെട്ടും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കാലിൽ കെട്ട് ഏകദേശം കഴിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ നമുക്കിത് ശ്രദ്ധിക്കാനുള്ള ടെമ്പറേച്ചറാണ്. OTGയിൽ നോർമൽ ടെമ്പറേച്ചർ ഞാൻ 200 വെക്കാറുള്ളത്. 200 വെച്ചിട്ട് ഏകദേശം ഒരു 50 മിനിറ്റൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിന് ശേഷം വെന്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കും. അതില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒരു 30-40 മിനിറ്റ് വീണ്ടും ഗ്രില്ല് ചെയ്യാൻ ഉപയോഗിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ്റെ അളവും നമ്മളെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് പെട്ടെന്ന് ഗ്രില്ലാവുന്നതോ പെട്ടെന്ന് ചിലപ്പോൾ കാലതാമസം വരും, ചിലപ്പോൾ കൂടുതൽ സമയം ആവശ്യം വേണ്ടി വരും. അതൊക്കെ നമ്മളെ മനോധർമ്മം പോലെ ചെയ്യാം. അപ്പോൾ ഇവിടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ ഗ്രില്ലിലേക്ക് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ സാധനം ഐറ്റം ഗ്രില്ലിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വെന്തതിന് ശേഷം നമുക്കിതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊന്നും നോക്കാം. ഫൈനലി നമ്മളെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കുറച്ച് വേവ് കൂടിയോ എന്ന് സംശയമുണ്ട്, എന്നാലും വലിയ കുഴപ്പമുണ്ടായിരുന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ് വേവാണ്. കാരണം ചിക്കൻ്റെ ചെറിയൊരു നമ്മൾ ചിക്കൻ വാങ്ങിക്കുമ്പോൾ അവർ കട്ട് ചെയ്യുന്നതിൻ്റെ രീതിയിൽ കാല് ജസ്റ്റ് ഒന്ന് ഊരി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ വാങ്ങുമ്പോൾ അതൊന്ന് പറഞ്ഞാൽ മതി. ചിക്കൻ അധികം ഡാമേജ് വരാതെ ശ്രദ്ധിക്കാം, ഇല്ലെങ്കിൽ ഇതേപോലെ കാലും കയ്യൊക്കെ ഒടിഞ്ഞു പോകും ചിക്കൻ്റെ. അപ്പം നമ്മുടെ വീട്ടിലെ ചിക്കൻ ഗ്രില്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് കൂടുതൽ വിഭവങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.
ബൈ.